ട്രഡീഷണൽ ബിസിനസ് ചെയ്ത എക്സ്പീരിയൻസിൽ ഒരാളുമായിട്ട് ഇന്ന് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇത് നമ്മുടെയൊക്കെ പല ആളുകളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ടാവാം. ആൾ പല ബിസിനസ്സും ചെയ്തപ്പോൾ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരാനുണ്ടായ ഒരു കാരണം, ഒന്ന് പ്രോപ്പറായിട്ടുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ്. ആൾ ഒരു ഇൻറ്റീരിയൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ, ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിൻ്റെ ഇൻറ്റീരിയൽ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ പരമാവധി സെറ്റപ്പ് ആക്കും, പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. പക്ഷേ ആ ഒരു സ്ഥാപനം നിർത്തുമ്പോൾ അത് ഫുള്ളായിട്ട് ഡെഡായിട്ട് പോവുകയാണ്. അതുപോലെ ഒരു ഹയറിങ് നടത്തുമ്പോൾ, ഒരു സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാഫിനെ, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫിനെ വലിയ എമൗണ്ട് കൊടുത്തിട്ട്, ആളിപ്പോൾ അവിടെ ഒരു 20,000 30,000 വാങ്ങിക്കുന്ന സ്റ്റാഫാണെങ്കിൽ അതിൻ്റെ ഇരട്ടി കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് വലിക്കും. അപ്പോൾ മന്ത്ലിയുള്ള ടോട്ടൽ ഒരു കോസ്റ്റ്. അതുപോലെ റെൻറ്റിന് എടുക്കുമ്പോൾ, ഒരു ഓഫീസ് സ്പേസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനൊരു സ്പേസ് എടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ല സ്ഥലം നോക്കിയിട്ട് എടുക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ടോട്ടലി ഈ എക്സ്പെൻസുകൾ വലുതായിട്ട് വരുമ്പോൾ ഒരു മാസത്തെ ബ്രേക്ക് വണ്ണിലേക്ക് എത്താൻ, ഓരോ മാസവും ബ്രേക്ക് വണ്ണിലേക്ക് എത്താൻ ആൾക്ക് ബുദ്ധിമുട്ട് വരും. അങ്ങനെ ബുദ്ധിമുട്ട് വന്ന് കുറച്ച് കാലം റൺ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, ആ ബിസിനസ് നിർത്തും. രണ്ടാമതൊരു ബിസിനസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതേ പ്രശ്നങ്ങൾ വീണ്ടും അവിടെ ചെയ്യും, ഇതേ തെറ്റുകൾ വീണ്ടും ചെയ്യും. അപ്പോൾ വീണ്ടും വീണ്ടും കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകാനും ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മുൻകൂട്ടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പേപ്പറിൽ അതിൻ്റെ എക്സ്പെൻസും അതിന് എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് അതിനു വേണ്ടി മാറ്റിവെച്ച സംഖ്യ മാത്രം, ഇപ്പോൾ റെൻറ്റിന് വേണ്ടി മാറ്റിവെക്കുന്ന സംഖ്യ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് മാത്രം അതിലേക്ക് വെക്കുക. അപ്പോൾ ഒരു ഇൻറ്റീരിയൽ ഡെക്കറേഷൻ അല്ലെങ്കിൽ ഒരു ഡെഡായിട്ട് കിടക്കുന്ന ഒരു എമൗണ്ടിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് മുൻകൂട്ടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ സ്വമേധയാ നിങ്ങളുടെ അറിവിൽ ഉണ്ടാവണം ഇത് ഡെഡ് മണിയാണ്, ഇതവിടെ ഇൻവെസ്റ്റ് ആയിപ്പോയി എന്നുള്ളത്. കാൽക്കുലേഷൻ ഇല്ലാതെ പേപ്പറിൽ എഴുതാത്ത ഒരു ചിലവും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഹെയറിങ് നടത്തുന്ന സമയത്ത് നമ്മുടെ ആ പോസ്റ്റിന് ഒരു സാലറി മുൻകൂട്ടി ഫിക്സ് ചെയ്യുക. അല്ലാതെ മറ്റുള്ള സ്ഥലത്തു നിന്ന് ഒരാളെ കണ്ടിട്ട് അവിടുന്ന് വലിക്കുന്ന ഒരു സിറ്റുവേഷനോ ഓവറായിട്ടുള്ള പേയ്മെൻറ്റ് നടത്തുന്നതോ ചെയ്താൽ അത് ബിസിനസ്സിൽ ലോസിലേക്ക് പോകാം. അപ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി അതിൻ്റെ ഒരു ബേസ്മെൻറ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നഷ്ടം വരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ ചിന്തിക്കുക, ഒരു ബിസിനസ് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ നിർത്തുമ്പോൾ നമ്മുടെ കുറേ പൈസ നഷ്ടപ്പെടും, അതിലുപരി നമ്മുടെ വളരെ വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെടുന്നത്, പിന്നെ ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമാണ് നശിക്കുന്നത്. അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഒരാളെ 20,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റാഫിനെ നമ്മളൊരു 50,000 രൂപ പറഞ്ഞിട്ട് എടുക്കുമ്പോൾ ഇത് കൊടുക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിയോട് പോലും നമ്മൾ ചെയ്യുന്നൊരു തെറ്റായിട്ടത് മാറും. ആൾ അത് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നതാവും, നമ്മളുടെ ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതൊരു ബിസിനസ്സിൽ നല്ല ഗ്രോത്തിന് സാധ്യത വളരെ കുറവാണ്. ഒരു നല്ല പ്രൊഫഷണൽ മെത്തേഡോട് കൂടി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതെല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അഡ്വൈസ് എടുക്കണമെങ്കിൽ അതിന് വേണ്ടപ്പെട്ട ആളുകളുമായി സംസാരിച്ചൊരു അഡ്വൈസ് എടുത്ത് എക്സ്പീരിയൻസുള്ള ആളുകളുമായി സംസാരിച്ചിട്ടൊക്കെ ഒരു തീരുമാനത്തിലെത്തുമ്പോൾ അത് നമ്മളെ ബിസിനസ്സിൻ്റെ നല്ല മുന്നോട്ട് പോക്കിന് നമ്മളെ സഹായിക്കും. താങ്ക് യു.